അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സസ് ആണ്. ഈക്വാലിറ്റി ഓഫ് മെട്രിക്സസ് എന്ന് പറഞ്ഞാൽ രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ ആവുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ട് മെട്രിക്സ് ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ആ രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ഞാനിവിടെ ഒരു മെട്രിക്സ് എഴുതി 1 2 3 4. ഓക്കെ, ഇതിന് ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അതേ ഓർഡറിലായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഓർഡർ എത്രയാണ്? ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/2 മെട്രിക്സാണ് ഇത്, അല്ലേ? ഇതൊരു 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ ഇനി നമ്മൾ പുതുതായിട്ട് നിർമ്മിക്കുന്ന മെട്രിക്സും 2/2 തന്നെ ആവണം. അപ്പോൾ ഞാൻ പുതിയൊരു മെട്രിക്സ് നിർമ്മിക്കുകയാണെങ്കിൽ അതിനുള്ള കണ്ടീഷൻ, ഇതിന് ഈക്വൽ ആയിട്ടുള്ളൊരു മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുതിയ മെട്രിക്സും എന്തായിരിക്കണം? 2/2 മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ രണ്ട് മെട്രിക്സ് ഈക്വൽ ആവാനുള്ള ആദ്യത്തെ കണ്ടീഷൻ ഇത് രണ്ട് മെട്രിക്സും സെയിം ഓർഡർ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ്, ഇപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെൻറ്റ് ഇവിടെ എഴുതുമ്പോൾ ആ എലമെൻറ്റ്സും ഈക്വൽ ആയിരിക്കണം. അതായത് A11 ആണ് ഈ പൊസിഷൻ, അപ്പോൾ അത് A11 എഴുതുന്നത് അതിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കണം. അതുപോലെ അടുത്തത് A12 ഈക്വലായിട്ട് അതേ കറസ്പോണ്ടിങ് പൊസിഷനിൽ വരുന്ന എലമെൻറ്റ് ഈക്വൽ ആവണം, അപ്പോൾ അത് 2 ആയിരിക്കണം. ഇവിടെ A21 വരുന്നത് കറസ്പോണ്ടിങ് എലിമെൻറ്റ് ഈക്വൽ ആയിരിക്കണം, അതുപോലെ അടുത്ത എലിമെൻറ്റും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. രണ്ട് മെട്രിക്സ് ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിന് ഈക്വലായിട്ട് ആ ഒരു മെട്രിക്സ് മാത്രമേ ഉള്ളൂ, വേറെ മെട്രിക്സുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മളിതിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒന്ന് ഓർഡർ സെയിം ആയിരിക്കണം, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് എഴുതി നോക്കാം. ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതി നോക്കാം. നോക്കൂ, ഇതിലാണ് നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത്. ടു മെട്രിക്സസ് A and B are equal. ടു മെട്രിക്സസ് A and B are equal if they are of same order. അവരുടെ ഓർഡർ സെയിം ആയിരിക്കണം. ഓക്കെ, ഈച്ച് എലമെൻറ്റ് ഓഫ് A ഈസ് ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് B. അതായത് AIJയും BIJകളും ഈക്വൽ ആയിരിക്കണം. AIJ എന്ന് പറഞ്ഞാൽ എയിലെ എലമെൻറ്റ്സ് ആണ്, BIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിയിലെ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആണ് എയിലെയും ബിയിലെയും, അവർ ഈക്വൽ ആയിരിക്കണം ഫോർ ഓൾ I = J. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഡിഫൈൻ ചെയ്തതാണിത്. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഇതാ ഇവിടെ കണ്ട ഈ എക്സാമ്പിൾ, ഇത് രണ്ടും ഒരേ ഓർഡറാണ്, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വലാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? അത് രണ്ടും ഈക്വൽ മെട്രിക്സ് ആണ്. അതേസമയം നമ്മൾ തൊട്ടപ്പുറത്തുള്ള മെട്രിക്സ് ഒന്ന് നോക്കുക. ഇതാ ഈ മെട്രിക്സ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിലുള്ള എല്ലാ എൻട്രീസും എലമെൻറ്റ്സൊക്കെ സെയിം എൻട്രീസാണ്, 0 1 2 3 ആണ്. പക്ഷേ അവർ രണ്ടിലും പൊസിഷൻ വ്യത്യാസമുണ്ട്. ഇവിടെ A11 സ്ഥാനത്ത് 3 ആണെങ്കിൽ ഇവിടെ A11 സ്ഥാനത്ത് വന്നിട്ടുള്ളത് 2 ആണ്. അപ്പോൾ എൻട്രീസ് അതിൽ രണ്ടിലും ഈക്വൽ എൻട്രീസ് ആണ്, പക്ഷേ എന്തല്ല, അവർ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? അവർ രണ്ടും ഈക്വൽ അല്ല എന്നാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമ്മൾ സിംബോളിക്കലി രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ തന്നെ A = B എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യുക. Consider the matrix A, B, C and D is equal to the matrix 1 - 2 3 4. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് A and B? നമുക്ക് എയുടെ A, B, C and D ഓൾസോ, A, B, C, D ഈ 4 വാല്യൂസ് എന്തായിരിക്കും? നമുക്കതിന് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. A = 1 ആണെന്ന്, A = 1. അതുപോലെ തന്നെ B = -2, കാരണം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വലാണ്. C = 3. സിമിലർലി D = 4. അപ്പോൾ 1 - 2 3 and 4. ഇതാണ് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സിനുള്ള ക്രൈറ്റീരിയ. രണ്ടിൻ്റെയും ഓർഡർ സെയിം ആവണം. മാത്രമല്ല നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതിലുള്ള
കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആവണം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി സി ആൻഡ് ഡി ഫ്രം ദ ഇക്വേഷൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി സി ആൻഡ് ഡി ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. ആ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. രണ്ട് മാട്രിക്സ് ഈക്വലാണ്. ഇത് രണ്ടും 2/2 മാട്രിക്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഈക്വലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് മുകളിൽ നിന്നുള്ള ഈ ഇൻഫർമേഷന് നമുക്ക് എന്ത് ലഭിക്കും? ഇത് കണ്ടോ, ഈ ഒന്നാമത്തെ എലമെൻറ്റും 4ഉം ഈക്വലാണ്. ദേ ആർ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് മാട്രിക്സിലെ 2a + b = 4ഉം സെക്കൻഡ് സെയിം മാട്രിക്സിൽ തന്നെയുള്ള a - 2b = -3ഉം നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. a - 2b = -3 ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവ രണ്ടുപേർക്കും നമുക്ക് ഓരോ പേര് കൊടുക്കാം. ഇത് ഇക്വേഷൻ 1 ആണ്, ഇത് ഇക്വേഷൻ 2 ആണ്. ഓക്കെ, ഇനി ഇവർ തമ്മിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയുന്നതാണ്. ഇവർ തമ്മിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമ്മളെങ്ങനെ ഇത് സോൾവ് ചെയ്യുക? സാധാരണ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 2a ആണ്, പക്ഷേ ഇവിടെ a ഉള്ളൂ. ഇവിടെ b, ഇവിടെ -2b. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോയിഫിഷ്യൻസ് ഈക്വൽ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇക്വേഷൻ 2നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇക്വേഷൻ 2നെ ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ 2 × ഇക്വേഷൻ 2നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 2a - 4b = -6. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇക്വേഷൻ 1 അതുപോലെ തന്നെ എഴുതാം. 2a + b = 4. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം ഈ 2 ഇക്വേഷനുകളും സോൾവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് പുതിയ ഇക്വേഷൻസ് ആയതുകൊണ്ട് ഇത് എയും ഇതിന് ബി എന്നും പേര് കൊടുത്തു. എങ്ങനെയാണ് നമുക്ക് പേര് കൊടുക്കാം? എന്നിട്ട് നമ്മൾ സാധാരണ പോലെ നമ്മൾ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എയും ബിയും കിട്ടും. നമുക്കിതിൽ എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ നോക്കൂ, 2a ഈക്വലാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് a - b ആണ്. ഇക്വേഷൻ എയിൽ നിന്നും ഇക്വേഷൻ ബി കുറച്ചു. അപ്പോൾ ഇവിടെ 0, ഇവിടെ -5b 4b -b -5b = -6 -4 -10. സോ വി ഗെറ്റ് b = 2. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയത് b = 2 ആണ്. ഇനി b = 2 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ചെറിയ ഇക്വേഷൻ b ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? b = 2 പുട്ട് ഇൻ b. ബിയിൽ നമ്മൾ ഓൾറെഡി നമുക്കറിയാം b എന്ന് പറയുന്ന ഇക്വേഷൻ 2a + b = 4 ആണ്. സോ b എന്ന് പറയുന്ന ഇക്വേഷൻ 2a + b = 4 ആണ്. സോ we have b = 2. So this equation become 2a + 2 = 4 ആണ്. So we get 2a = ഈ 2 അങ്ങോട്ട് പോയാൽ 2. So a = 1. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? a = 1 ആണ് എന്നുള്ള ഒരു റിസൾട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ a = 1 ബിയും നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമ്മൾ ഇതിൽ നിന്നും നമ്മുടെ ഇക്വേഷനിൽ നിന്നും നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ 5c - d = 11 ആണ്. എവിടുന്നാണ് അത് കിട്ടുക? ദ കറസ്പോണ്ടിങ് എലമെൻറ്റ് a21
ഈ ഭാഗത്തുള്ള A21 തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ 5C - D = 11 എന്ന് കിട്ടും. അതുപോലെ 4C + 3D = 24 കിട്ടും. അതുപോലെ 4C + 3D = 24 കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയും ഡിയും കിട്ടും. അപ്പോൾ നമുക്ക് അത് തമ്മിൽ ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നമ്മൾ കിട്ടിയ രണ്ട് ഇക്വാലിറ്റീസ് 5C - D = 11 അതുപോലെ 4C + 3D = 24 ഓക്കെ. അപ്പോൾ അത് രണ്ടിനും നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ നെയിം കൊടുക്കുക. ഇത് ഈസ് ഇക്വേഷൻ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ 2, അല്ലെങ്കിൽ 3 or 4 or A or B എന്ത് പേര് കൊടുക്കുക, നമ്മൾ സോൾവ് ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ പോലെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ 5 ആണ് സിയുടെ കോയിഫിഷ്യൻറ്റ്, ഇവിടെ 4 ആണ്, ഇവിടെ -1 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ ഏറ്റവും എളുപ്പം ആയിട്ടുള്ള മാർഗ്ഗം എന്താണ്, ഇക്വേഷൻ 1നെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 1ലും ഇക്വേഷൻ 2ലും ഡിയുടെ കോയിഫിഷ്യൻറ്റ് 3 ആയിട്ട് മാറും. സോ ഫസ്റ്റ് ഡു ഇക്വേഷൻ 1 മൾട്ടിപ്ലൈ വിത്ത് നമ്പർ 3. സോ വി ഗെറ്റ് 5 × 3 15C - 3D = 33. അതിന് ഇക്വേഷൻ എ എന്ന് പേര് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് സാധാരണ പോലെ തന്നെ ഇക്വേഷൻ 2 അതുപോലെ തന്നെ എഴുതാൻ ചേഞ്ചുകളൊന്നും വരുത്തിയിട്ടില്ല. 4C + 3D = 24. ഓക്കെ, ദെൻ സോൾവ് ദിസ് linear equation. Put the value as B. Then solve this linear equation. ഓക്കെ, എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ഇത് രണ്ടും നെഗറ്റീവ് പോസിറ്റീവാണ്. അപ്പോൾ അവരെ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആ രണ്ട് ഇക്വേഷനുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ വി ഗെറ്റ് A + B. 15 + 4C = 19C. 19C plus D and D cancelled = 57. So C = 57 by 19 is equal to 3. So put the value of C in any equation. Put the value of C in any equation, in A, in B or ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4C + 3D = 24. ഇൻ ബിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാവും. അതാണ് ഏറ്റവും ചെറിയ ഇക്വേഷൻ. സോ ബി നമുക്ക് ഓൾറെഡി തരുന്ന റിസൾട്ട് എന്താണ്, 4C + 3D = 24 ആണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ആരുണ്ട്, സിൻ്റെ വാല്യൂ ഉണ്ട്, C = 3 ആണ്. സോ വി ഗെറ്റ് 4 × 3 12 + 3D = 24. സോ 3D = 12 എന്ന് കിട്ടും, D = 4 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയ ഒരു റിസൾട്ട് കിട്ടി. എന്താണ്, D = 4. D = 4 നമ്മൾ ഇവിടുന്ന് കൺക്ലൂഡ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് A, B ആൻഡ് C ആൻഡ് D വാല്യൂസ് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്നും കിട്ടും. നോക്കൂ എന്താ വരിക, D = 4 ആണ്, അതുപോലെ തന്നെ C = 3 ആണ്, അതുപോലെ A = 1 ആണ്, B = 2 ആണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്ക് എന്ത് എഴുതാം, A = 1, B = 2, C = 3 ആൻഡ് D = 4 എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ തരുന്ന ഹോം വർക്ക് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈവനിങ്ങിൽ നമ്മുടെ ലൈവ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നത് നമ്മുടെ ഹോം വർക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് x, y and z ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻസ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത്, തേർഡ് ക്വസ്റ്റ്യൻ ഇത്. ആൻഡ് ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് A, B, C ആൻഡ് D ഫ്രം ദ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഈ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ വരിക. ഓക്കെ, താങ്ക് യു.